നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിരവധി നിവേദനങ്ങളും കത്തുകളും നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടം മുതൽ ഞാൻ വന്നതിന് ശേഷവും അതിനു മുമ്പുള്ളതും എന്റെ കൈവശമുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ഒട്ടനവധി, അത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ചേർന്നാണ് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ മുമ്പിൽ നമ്മൾ നിവേദനമായിട്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട EP ജയരാജൻ മിനിസ്റ്ററുടെ അടുത്ത് നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് അവരുടെ മുമ്പിൽ നമ്മൾ പോയിട്ടുണ്ട്. സുരേഷ് ഗോപി MP ക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഏറ്റവും അവസാനം നമ്മൾ പോയി കൊടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവരുടെ അടുത്താണ്. അവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മറുപടി, ഒന്ന് അവിടുത്തെ സെക്രട്ടറി നമുക്ക് ഇത് സ്വീകരിച്ചു എന്നുള്ള മറുപടി കത്ത് കിട്ടിയെന്നുള്ളതും, രണ്ടാമത് IAS ഓഫീസറായ വിനയകുമാർ എന്ന് പറയുന്ന ആളുടെ അവിടുന്നുള്ള മറുപടി, 2 മറുപടികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ MLA ഞാൻ അടക്കം കൊടുത്തതും MLA സ്വന്തം നിലയിൽ കൊടുത്തു ഒട്ടനവധി കത്തുകൾ. ആ കത്തുകളുടെ എല്ലാം അവസാനം വന്നിരിക്കുന്നത് പൊതുനിരത്ത് വിഭാഗത്തിനെ ആണ് ചുമതലപ്പെടുത്തുകയാണ്. യൂസർ ഏജൻസിയെ തീരുമാനിക്കണമെങ്കിൽ ആ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണെന്ന് നമുക്ക് അറിയിച്ചുകൊണ്ടുള്ള കത്ത് നമ്മുടെ കയ്യിലുണ്ട്. അത് ഗവൺമെന്റ് ഒരു തരത്തിൽ കിഫ്ബിയായി ബന്ധപ്പെട്ട് ഈ 44 മൈൽ റോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചതിന്റെ രേഖകളും അതിനുശേഷം അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്യജീവി സങ്കേത കേന്ദ്രമാണെന്ന് കാണിച്ചുകൊണ്ട് അതിന് പകരം മെറൽ റോഡ് നിർമ്മിക്കുന്നതിനെ കുറിച്ചും അത് ഈ നമ്മുടെ കൈവശമുള്ള റിപ്പോർട്ടുകളും, അതുപോലെ തന്നെയാണ് നമ്മുടെ 42 മൈൽ റോഡും 42 മൈൽ റോഡിന്റെ സ്ഥിതി. ഇപ്പോൾ ഇതിനകത്ത് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് 42 മൈൽ റോഡിന്റെ കാര്യങ്ങൾ ഞാൻ പരാമർശിച്ചു പോകുന്നത്. 42 മൈൽ റോഡിന്റെ വീതി കൂട്ടിയുള്ള 12 ഏക്കർ റോഡ് ഇപ്പോൾ അതിന്റെ ടെൻഡർ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സർവേ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചു നോക്കിയിരുന്നു. അത് ഇവിടെ പറയാൻ കാരണം ഈ 42, 44 തമ്മിൽ ഒരു തർക്കം നിലനിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ റോഡുകളും നമുക്ക് ആവശ്യമാണ്. ഈ മേഖലയിലോട്ട് വരുന്ന എല്ലാ റോഡുകളും നമുക്ക് ആവശ്യമാണെന്ന് പറയാൻ കാര്യം നമ്മുടെ മലയോര പഞ്ചായത്തുകളിലെല്ലാം വയനാടായാലും അതുപോലെ തന്നെ ഈ കൊട്ടിയൂർ മുതൽ അങ്ങോട്ടുള്ള ഇരിട്ടി മുതൽ പേരാവൂര് അങ്ങ് അപ്പുറം വരെ ശരിക്കും കണ്ണൂർ വരെയുള്ള പഞ്ചായത്തുകൾക്ക് ഇതിന്റെ ഒരു വലിയ ഗുണം കിട്ടും. ഈ റോഡുകളുണ്ട് ചരക്ക് ഗതാഗതങ്ങൾ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട LC ജോയി അവർ എത്തിയിട്ടുണ്ട്. അവരുടെ ഈ ഏജൻസിയെ തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്. അത് PWD ആണ് യൂസർ ഏജൻസിയായിട്ട് വരേണ്ടത്. അപ്പം ഈ കാര്യങ്ങളിലാണ് നമുക്ക് കൂട്ടായ ഒരു പരിശ്രമം. ഇവിടെ ഞാൻ എല്ലാ MP-മാരെ വിളിച്ചപ്പോൾ MP-മാർ പറഞ്ഞത്, ശിവദാസൻ MP എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്താണ് ആലോചിച്ചോ ആ ആലോചിച്ച തീരുമാനം എടുക്കുന്നതിന് കൂടുതൽ ഞാൻ ഉണ്ടാവും. സന്തോഷ് കുമാർ MP പറഞ്ഞപ്പോൾ MP പറഞ്ഞത്, നിങ്ങൾ തീരുമാനമെടുത്തോ, ഇതിനെ പ്രതിനിധി അയക്കാൻ പറ്റുമെങ്കിൽ അയക്കാൻ പറഞ്ഞു. കേസുകാരൻ MP-യുടെ പ്രതിനിധിയായിട്ടാണ് വേലായുധൻ ബ്ലോക്ക് പ്രസിഡന്റും അതിന്റെ പ്രതിനിധിയായിട്ട് കൂടിയാണ് വേലായുധൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ MLA നിയമസഭാ സമ്മേളനം ആയതുകൊണ്ട് അതിന്റെ പ്രതിനിധിയായിട്ട് ജൂബിലി ചാക്കോയെ പറഞ്ഞിട്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മള് എല്ലാ MP-മാരുമായിട്ട് പ്രജാസിന്റെയും മാത്രം വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, നമുക്ക് കിട്ടിയില്ലായിരുന്നു, നമ്മൾ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ MP-മാരും കൂടി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മലയോര പഞ്ചായത്തുകളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നമുക്കൊരു മുന്നേറ്റം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റോഡ് സാധ്യമാകാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾ പല മീറ്റിങ്ങുകൾ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാന്ന് പറഞ്ഞതും അങ്ങനെ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എല്ലാ പഞ്ചായത്തുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വിവിധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും നമ്മൾ ഈ പറയുന്ന മുഴുവൻ ജനങ്ങളും അല്ലെങ്കിൽ മുഴുവൻ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി നീങ്ങിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തിന്, നമ്മുടെ ഈ ഒരു മലയോര മേഖലയ്ക്ക് മാത്രമല്ല കണ്ണൂർ ജില്ലയ്ക്ക് വരെ ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഒരു റോഡായി മാറും നമ്മുടെ പഞ്ചായത്തോട് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ നമുക്കുണ്ട്. അതിനെ കൂടാതെ മറ്റ് കാര്യങ്ങളുമെല്ലാം കൂട്ടായ തീരുമാനത്തിലൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ്. തീർച്ചയായിട്ടും മീറ്റിംഗിൽ വന്നുചേർന്നുള്ള മുഴുവൻ ആൾക്കാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു. ഇതിന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട K. സുധാകരൻ അവരെ ക്ഷണിക്കുന്നു. റോഡ് നിലനിൽക്കേണ്ട റോഡ് തന്നെയാണ്.
ഒരുപാട് വർഷക്കാലം ആളുകൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള റോഡ് തന്നെയാണ് ഗോൾഡ് റോഡ്. പക്ഷേ ഭാവിയോടെ പരിഗണിക്കുമ്പോൾ ഒരുപാട് യാത്രാ സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പം അതിന് ആ റോഡ് കൊണ്ട് മാത്രം നമുക്ക് മതിയാവില്ല. അങ്ങനെ അന്വേഷണത്തിലാണ് ഇവിടെ വെച്ച നിർദ്ദേശങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2010-15 തദ്ദേശ സ്വയംഭരണ ഭരണ കാലഘട്ടത്തിനകത്ത് ഞാൻ മേലാവൂർ പഞ്ചായത്തിന് പ്രസിഡന്റായിരുന്നു. ആ ഘട്ടത്തിനകത്ത് ഈ റോഡിന്റെ ആലോചന വരികയും അതിന്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ട് കവിഞ്ഞാൽ വാഹനത്തിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്നുകൊണ്ട് നടന്നിട്ട് ഈ പുഴ കയറി ഇപ്പോഴത്തേക്ക് വന്നിരുന്നു. ഇപ്പോഴത്തേക്ക് MLA ഉൾപ്പെടെ അതിനകത്ത് അവിടെ എത്തിച്ചേർന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ്. ഇത് തുടർന്നങ്ങോട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഇതിന്റെ അപ്പോൾ നല്ലൊരു പാതയാണ്. അത് അനുവദിച്ചാൽ നമുക്ക് ലഭ്യമാകുന്നത് നമുക്കൊക്കെ ബോധ്യമായിട്ട് കാര്യമാണ്. വലിയ കയറ്റങ്ങളില്ല. അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ ദൂരം ഇവിടെ പറഞ്ഞല്ലോ, കൊട്ടൂർ പഞ്ചായത്തിന്റെ ദൂരം റിസർവ് ഫോറസ്റ്റിന്റെ ദൂരം പറഞ്ഞിട്ടുണ്ട്. അതാണൊരു വിവാദമായിട്ട് അന്നേ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം. അപ്പുറത്ത് പറഞ്ഞാലിന്റെ ഫോറസ്റ്റ് ഉണ്ട്. അതിനപ്പുറം മാത്രം പ്രശ്നമില്ല, അത് കിട്ടാൻ പറ്റും. ഇപ്പോൾ സർക്കാർ ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരുപാട് റോഡുകൾ ഫോറസ്റ്റിനകത്തൂടെ അവരുടെ അനുഭവത്തോടുകൂടി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സാധാരണ റോഡുകൾ ഫുട്പാത്തുകളായിരുന്ന റോഡുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളെ 2 ജില്ലയെ ബന്ധിപ്പിക്കുന്നത് മാത്രമല്ല, അതിന് മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ബന്ധിപ്പിക്കാനും ഒരുപാട് വ്യാപാര കാര്യങ്ങൾ ഉൾപ്പെടെ നടത്താനും ഉപകരിക്കപ്പെടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് നമുക്ക് അതിന് അനുവാദം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ കൊണ്ട് നല്ലതുപോലെ നമുക്ക് നടത്താൻ സാധിക്കണം. അതിനകത്ത് മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള പരിഗണന ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ലക്ഷ്യരാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നമുക്കതിനെ കൊണ്ടുപോകേണ്ടതില്ല. എല്ലാവരും കൂടി എല്ലാവരുടെയും സഹായങ്ങളും ഇടപെടലും ഏതൊക്കെ ആളുകൾ ഇടപെട്ടാലാണ് കുറച്ചുകൂടി നമുക്ക് എത്തിക്കാൻ സാധിക്കും. ആ നിലക്കുള്ള എല്ലാ തദ്ദേശ സേവന സ്ഥാപനങ്ങളും ഗവൺമെന്റും ഒക്കെ ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിനെ കൂടെ നമുക്ക് ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇത് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമാണ്. ഇപ്പോഴെങ്കിലും നമുക്ക് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിലേക്ക് ഭാവി തലമുറ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഭാവി തലമുറ പിന്നീട് ഇന്നത്തെ ആളുകളുടെ ഭാവി തലമുറ കുറ്റപ്പെടുന്ന അവസ്ഥ വന്നു ചെയ്യും. അങ്ങനെ വരാതിരിക്കണം. അതിനൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള റോഡ് തന്നെയാണ് ഈ റോഡായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. ഇപ്പോൾ വിമാനത്താവള റോഡ് അമ്പായത്തോട് മട്ടന്നൂരാണ് വിമാനത്താവള റോഡായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും അപ്പുറത്ത് മുതലേ പോകാനുള്ള റോഡ് 4 വരിയായിട്ട് പാത വേണ്ടതാണ്. നിലവിലുള്ള വഴിയുടെ 4 വരി പാത അസാധ്യമാണ് എന്നതിന്റെ കാര്യത്തിൽ നമുക്ക് ഒക്കെ അറിയാം. അതുകൊണ്ട് ഈ പാത ഒരു ശാശ്വതമായിട്ടൊരു പാതയാക്കിയിട്ട് പാത മാറ്റാൻ ആവശ്യമായിട്ടുള്ള വനം പരിസ്ഥിതി വകുപ്പിലൊക്കെ അനുഭവത്തോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കേണ്ടതാണ്. അതിനെ സംസ്ഥാന ഗവൺമെന്റിനെ കൂടി ഇടപെടിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് MPമാര് MLA ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഇടപെടുന്ന സഹായം നമുക്ക് ആവശ്യമാണ്. അത് ഗവൺമെന്റ് തന്നെ ഒരു വരേണ്ടത് നല്ലതാണ് എന്ന് തോന്നുന്നത് ഗവൺമെന്റിലേക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. സാധനങ്ങൾ ഇടപെടൽ തുടർന്നങ്ങോട്ട് ശക്തമായിട്ട് കൈവിട്ട് പോകാതെ കാര്യങ്ങൾ പോസിറ്റീവായിട്ടില്ല നിലയിലും ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോകണം. അതിനുവേണ്ടിയുള്ള സഹായങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഹരീഷിന്റെ ചോദ്യങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. പാർട്ടി സമ്മേളനം കഴിഞ്ഞിട്ട് ഉൾപ്പെടെ എത്തിയിരുന്നു. 3-4 ദിവസം കൂടി ഉണ്ടായിരുന്നില്ല, കൊല്ലത്തായിരുന്നു. അതൊക്കെ തരാൻ കഴിയില്ല അദ്ദേഹം അറിയിച്ചിരുന്നു. മറ്റേ ആളുകൾക്കാണ് പങ്കെടുക്കുന്നത്. MPമാർക്കും MLAമാർക്കും MLAക്കും പങ്കെടുക്കാൻ കഴിയുന്ന പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സമർപ്പിച്ച് അവർ കൂടി കാര്യങ്ങളൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് കൂട്ടായിട്ട് മറ്റാളുകളെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ഈ പദ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടപെടാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സഹായങ്ങളും സഹകരണവും ഇതിനോടൊപ്പം ഉണ്ടാകണമെന്ന് നിങ്ങളോടെല്ലാം വലിയ ദിവസം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ നിങ്ങൾക്ക് അഭിവാദ്യം. എല്ലാവരെയും നമ്മുടെ ട്രാക്കിൽ ആക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു സംരംഭം, അതും യാഥാർത്ഥ്യമാകാൻ അല്പം പ്രയാസമുള്ളത് വനത്തിനകത്തൂടെ വനാതിർത്തിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രയാസം നമുക്കറിയാം. ഈ കൂട്ടുപുഴ പാലത്തിന് വേണ്ടി നമ്മുടെ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കഥ പറയുകയുണ്ടായി. കർണാടക സ്റ്റേറ്റ് കൂട്ടുപുഴ പാലത്തിന്റെ ഒരു പില്ലർ, അതിന്റെ പില്ലർ കർണാടക സ്റ്റേറ്റിന്റെ അതിർത്തിയിലായിപ്പോയി, വനാതിർത്തിയിലായിപ്പോയി. അതിന് 25 തവണ കർണാടകത്തിന്റെ ബാംഗ്ലൂരും അതുപോലെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം ഫോർവേഡ് വന്ന കാര്യം ഒരിക്കൽ എന്നെ ഓർപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം എന്ന നിലയ്ക്ക് നമ്മുടെ ഈ വനംവകുപ്പ് ആയി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അതിനുള്ള ഒരു വരായികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക്
നമുക്ക് ഇത് കൊട്ടൂർക്കാരുടെ മാത്രം പ്രശ്നമല്ല, കേരളക്കാരുടെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ ഈ അന്തർ സംസ്ഥാന പാത എന്ന നിലയ്ക്ക് നമുക്കിത് കാണേണ്ടതായിട്ടുണ്ട്. കൊട്ടിയൂരിൽ നിന്ന് മുൻകാലങ്ങളിലൊക്കെ തന്നെ ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ശ്രീ ജോർജ് നമ്മുടെ അകത്തിന്റെ നേതൃത്വത്തിൽ മലയോര ഹൈവേക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാനന്തവാടി, അതുപോലെ നമ്മുടെ കണ്ണൂർ ജില്ലയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവിധ പിന്തുണയും ഇതിനു വേണ്ടി നൽകുന്നു. നമ്മുടെ എറ്റി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമര അല്ലെങ്കിൽ പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ എറ്റി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ മലയോര മേഖലയിലുള്ള മറ്റ് പഞ്ചായത്തുകളിലെയൊക്കെ ഞാൻ പ്രധാനം ചെയ്യുന്ന മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളോടൊപ്പം സഹകരിക്കാനും ഭാഗ്യമുണ്ടായതിൽ അങ്ങേറ്റവും സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഉളിയിൽ ഒരു വീടിന് മുകളിൽ തീപിടിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഞാനും MLA കൂടി ആ വീട്ടിൽ ചെന്നപ്പോൾ 1948 മലയോര ഈ ദുരന്തരഹിത പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് AK കാതറൂട്ടി എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ അന്ന് ഉണ്ടാക്കിയ ഒരു പ്രോജക്ട് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ എന്തോ ഒരു ബന്ധുവാണെന്ന് തോന്നുന്നു MLA പറഞ്ഞു. ഈ ഒരു സംരംഭത്തിൽ ഇറങ്ങുമ്പോൾ MLAക്ക് ഞാനൊരു സഹായം ചെയ്തു തരാം, എന്റെ കയ്യിൽ അതിന്റെ ഡ്രാഫ്റ്റ് ഉണ്ട്, അത് ഞാൻ എത്തിച്ചു തരാമെന്ന് പറയുന്നത്. ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായും ജില്ലയിലുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ ദൗത്യത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം സന്തോഷമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് പാതകളെ ബന്ധിക്കുമ്പോൾ ചുരമില്ലാ പാതയാണ് നമ്മൾ ഉദ്ദേശം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ആക്സിഡന്റ് ആയിട്ട് 2-3 വണ്ടികൾ ചുരത്തിൽ കുടുങ്ങി കിടക്കുന്നതായിട്ട് കണ്ടു. നമുക്കും അങ്ങനെ അനുഭവിക്കാത്തത്. നമുക്കിപ്പോ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോകണമെങ്കിലും ചുരയില്ലാതെ ദൂര സ്ഥലങ്ങളിൽ നമുക്കിപ്പോ അന്യ ജില്ലകളിലേക്ക് പോകാൻ പ്രയാസമുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു സംരംഭത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സംരംഭത്തിന് മാനന്തവാടി മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇവിടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് എല്ലാവർക്കും കാര്യങ്ങളായി നേരത്തെ ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ലോറി എന്തോ ഭാഗ്യത്തിന് ഭിത്തിനോട് ചേർന്ന സൈഡായി വാതിന് ചെരിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. കയറി ഇറങ്ങി വന്നിട്ടില്ല. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ പേരിയ ചുരം ബ്ലോക്കായപ്പോൾ നമ്മൾ പൂർണ്ണമായും ആശ്രയിച്ചത് നമ്മുടെ ഈ കൊട്ടിയൂർ ഈ ചുരമായിരുന്നു, 42 ചുരമായിരുന്നു. അപ്പോൾ മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബസ്സുകളുടെ വാഹനങ്ങൾ കടന്നു മണിക്കൂറുകളും ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മളോട് പലരും ഇതിന് അതുമായി ബന്ധപ്പെട്ട, അതായത് മണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു ഈ ചുരം വളരെ അപകടകരമാണ്, ഇത്ര കാലം മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വയനാട് ജില്ലയ്ക്ക് ഏറെ ചുരങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും കണ്ണൂർ ജില്ലയുമായി 2 ചുരങ്ങൾ പങ്കിടുന്ന ഒരു ജില്ലയാണ്. നമുക്കറിയാം 42 ഈ ചുരവും അതുപോലെ പേരിയ ചുരം, 2 ചുരം നമുക്ക് കണ്ണൂർ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന ചുരങ്ങൾ. ഇത് രണ്ടും അതിപ്രാധാന്യമുള്ള 2 പാതകളുമാണ്. അപ്പോൾ നമുക്കൊരു ചുരം വളരെ സൗകര്യപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഈ 42 ചുരം എന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിൽ ഓരോ മഴക്കാലത്തും ഇഷ്ടംപോലെ മണ്ണിടിയിൽ പാറകൾ അടക്കം താഴേക്ക് വരും. പലപ്പോഴും റോഡ് ബ്ലോക്ക് ആവുന്നത് നേരത്തെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പാത തന്നെയാണ്. പക്ഷെ നമുക്ക് അതിലുള്ള ഗതാഗതം വളരെ പല സമയങ്ങൾ തടസ്സപ്പെടുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ ചുരമില്ലാതെ അല്ലെങ്കിൽ അപകടം കുറഞ്ഞ രീതിയിൽ ഒരു നമ്മളോട് നടന്ന എൻ്റെ ഒപ്പം വന്ന ജനപ്രതിനിധികളൊക്കെ അന്ന് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പൊ ഞാനന്ന് നടക്കാൻ കൂടി അവരന്ന് ആ പാത അന്നത്തെ പ്രസിഡന്റ് ഡിസ്യൂസിന്റെ ഒപ്പം നമ്മുടെ ഇവിടുത്തെ MLA സണ്ണി ജോസ് സാർ അടക്കം പൂർണ്ണമായും ഇവിടുത്തെ ജനപ്രതിനിധികൾ പൂർണ്ണമായും 5 കിലോമീറ്റർ നടന്ന് അവിടെ പുളിഞ്ഞാലിന്റെ അതിർത്തി തൊട്ട് കൊട്ടൂർ പഞ്ചായത്തിന്റെ അതിര് വരെ അന്ന് നടന്ന് കണ്ട് ഈ കാര്യങ്ങളോടെ മുൻപോട്ട് പോയതാണ്. പക്ഷെ അത് പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യം അന്ന് ഉണ്ടായില്ല. പക്ഷെ നമുക്കിപ്പോൾ പറയാം, നമ്മൾ വിളിക്കുന്ന എല്ലാ ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ട്. നമ്മൾ ഒന്നിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞ നമ്മുടെ MP മാരെയും MLA മാരെയും ഒക്കെ നമുക്ക് നമ്മുടെ സർക്കാരിനോട് പറഞ്ഞ് കേന്ദ്ര സർക്കാർ അതിന്റെ കാര്യങ്ങളായി
കരുതിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു വഴിയാണ് നമ്മുടെ ഈ ചുരമിന്റെ പാത എന്ന് പറയുന്നത്. അപകടം കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്രവർത്തനം, ഒരു റോഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ചുരം വഴി കടന്നു പോകുമ്പോൾ ഒരു വണ്ടി വന്നാൽ നമുക്കറിയാം കടന്നു പോകുന്ന വാഹനങ്ങൾ വണ്ടി ലോഡായിട്ടാണ്. കറണ്ട് വണ്ടി അതുപോലെ നമ്മുടെ ബസ്സുകളാണ്, ഇവിടുന്ന് കുട്ടികൾക്ക് കയറുന്ന ബസ്സുകളൊക്കെ ഫുള്ളായിട്ടാണ് വരുന്നത്, കുറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ. അപ്പോൾ വളരെ അത്ര ആ ഡ്രൈവർമാരെ ശരിക്കും നമ്മൾ സമ്മതിക്കണം എന്ന് തന്നെ പറയാം. അത്ര അപകടകരമായ ഒരു രീതിയിലാണ് അവരെ ചുരം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പൊ അതിനൊരു മാറ്റം ആ റോഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ പകരം ഒരു സംവിധാനം നമുക്കുണ്ടായത് ഏറ്റവും അത് അഭികാമ്യമാണ്, ഏറ്റവും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് അതിന്റെ പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോകാമെന്നാണ് പറയുന്നത്. ഒപ്പം ഞങ്ങളോടൊപ്പം പൂർണ്ണ സഹകരണമായി നമുക്ക് സംയുക്തമായി എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാമെന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട വന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാത്രമല്ല അതിന്റെ ഭാഗമായി ആ കാലഘട്ടത്തിൽ ഉള്ള ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇതിന്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നിർദ്ദേശവും ഈ പാത യാഥാർത്ഥ്യമാകുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അതിന്റെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒക്കെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും യോജിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മീറ്റിംഗ് ഈ പ്രവർത്തനത്തിന് ഒരു വഴിത്തിരിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. 12 മണിക്ക് പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചതും അങ്ങോട്ടേ പോകും. തീരുന്നതുവരെ എന്തായാലും എല്ലാവിധ ഭാഗങ്ങളും പിന്തുണയും ചെയ്തുകൊണ്ട് നിർത്തുന്നതാണ്. ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള പരിഹാര മാർഗങ്ങളും എല്ലാവരുടെയും മുൻപിലുണ്ട്. പക്ഷെ അത് പൂർണ്ണ തോതിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. വയനാടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയായി നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്കടക്കം മറ്റു പ്രദേശങ്ങളിലേക്ക്, മറ്റു ജില്ലകളിലേക്ക്, ആശുപത്രികളിലടക്കം പോകുന്നതിന് വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അതുപോലെ പാൽച്ചുരം നമുക്കറിയാം, 42-ാം മൈൽ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒഴിവാക്കപ്പെടണമെന്ന് ഒരിക്കലും ആരും ആവശ്യപ്പെടുന്നില്ല. അത് അതിന്റെ ഭംഗിയിൽ, മനോഹാരിതയിൽ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ചുരംരഹിത പാത നിർബന്ധമായും നടപ്പിലാക്കിയേ മതിയാകുള്ളൂ. അതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് പരിഹരിച്ച് മുൻപോട്ടേക്ക് പോകേണ്ട ഒന്ന് തന്നെയാണ്. ഇന്നിവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നതിലുപരിയായി നമ്മുടെ ബഹുമാനായ MLA പറഞ്ഞിട്ട് കൂടിയാണ് ഞാൻ ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. MLA നിയമസഭയിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ആവശ്യപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹം നിരവധി തവണ ചുരംരഹിത പാതയ്ക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള കത്തുകളും നിവേദനങ്ങളും മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികളുടെ മുൻപാകെ എത്തിക്കുകയും ഉദ്യോഗസ്ഥരുടെ മുൻപിൽ അത് എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2024 ഒക്ടോബർ മാസം 15-ാം തീയതി, ഓഗസ്റ്റ് ഒക്ടോബർ മാസം 15-ാം തീയതി അദ്ദേഹം നിയമസഭയിൽ സബ്മിഷനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതേ കാര്യം. അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് നിർബന്ധമായും അടിയന്തരമായും തീരുമാനം ഉണ്ടാക്കി പോകുന്നതിന് എല്ലാവരും കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹകരണത്തോടു കൂടി നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഇത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നത് വരെ ഇതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഒരു ആശംസയ്ക്ക് പ്രസക്തിയില്ല. നമ്മൾ കഴിഞ്ഞ 2-3 പ്രാവശ്യം നമ്മൾ ഇതുപോലൊരു യോഗം കൂടിയിട്ടുണ്ട്, തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രദേശത്ത് ചുരമില്ലാത്ത ഒരു പാത അത്യാവശ്യമായി വന്നിരിക്കുകയാണ്.
ഇപ്പൊ ഇവിടെ സംസാരിച്ച മുഴുവൻ ജനപ്രതിനിധികളും അതേപറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നല്ല പോസിറ്റീവായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് MP-മാരെയും MLA-യും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും മുഴുവൻ ജനപ്രതിനിധികളെയും ചേർത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ അതിന്റെ ഒരു പ്രാരംഭ നടപടികളുടെ ഭാഗമായിട്ടുള്ള ഈ യോഗം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നമുക്ക് യൂസർ ഏജൻസി അടക്കം ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് നല്ലൊരു കമ്മിറ്റി, ഇതിന് മുന്നേയുള്ള കമ്മിറ്റി മാത്രമല്ല, പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ ഇവിടെയുണ്ട്. നല്ലൊരു കമ്മിറ്റി എടുത്തുകൊണ്ട് ആരെയാണോ കണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തെ അടക്കം ആളുകളെ കണ്ടുകൊണ്ട് നമുക്ക് കേരളത്തിലെ മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും കണ്ട് നിവേദനം നൽകിക്കൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും കൊട്ടിയൂർ CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ലോക്കൽ സെക്രട്ടറി അങ്ങനെ ഞാൻ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടിയുടെ എല്ലാവിധ സഹായങ്ങളും ഈ റോഡിന് വേണ്ടി, ഈ മലയോര റോഡിന് വേണ്ടി ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഇടുക്കി മുതൽ അതുപോലെ വയനാട് തീർച്ചയായും തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിലും അതൊന്നും തുടങ്ങിയ സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടതിന് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ യൂസർ ഏജൻസിയെ നിയമിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതിനുവേണ്ടി ഒരു തുടക്കം എന്ന നിലയിൽ ഈ യോഗത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. കേരളം പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടില്ല, പക്ഷേ അവിടെ മെമ്പർമാർ വന്നിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി നമ്മുടെ സമീപ പഞ്ചായത്തുകളുടെയും ബ്ലോക്കിന്റെയും ഒക്കെ നേതൃത്വം ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ റോഡിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മേഖലയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാ ജനപ്രതിനിധികളും പ്രിയപ്പെട്ട നാട്ടുകാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കാൻ സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള പഞ്ചായത്തിന്റെ എല്ലാവരുടെ ആശംസകളും അഭിവാദ്യങ്ങളും നിർത്തുന്നു. 42-ാം മൈലിലേക്ക് റോഡുണ്ട്. ആ റോഡ് ഒരു കാരണവശാലും നമുക്ക് പണ്ടേ ഒരു ആശങ്കയുള്ളതാണ്. കൊട്ടിയൂർ പഞ്ചായത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ 44-ാം മൈൽ റോഡ് വലിയ വികസനം ആക്കി അതിലെ റോഡ് വന്നാൽ ഈ 42-ാം മൈൽ റോഡ് നിലനിൽക്കില്ല. അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ആശങ്ക ഇന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ശ്രദ്ധപ്പെടുത്തുകയാണ്. നമ്മൾ മലയോര ഹൈവേ വേണമെന്ന് പറഞ്ഞു. മലയോര ഹൈവേ ഉണ്ടാക്കി അല്ലേ? മണപ്പണം ചെയ്തിട്ടില്ലേ നമ്മുടെ മലയോര ഹൈവേ? പേരാവൂരുള്ളവരോ വിളക്കുന്നുള്ളവരോ അല്ലെങ്കിൽ കാപ്പിങ്ങാടുള്ളവരോ പറയുകയാണ് അത് പാടില്ല, ഞങ്ങളുടെ റോഡിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകും, അതിലെ ഒരു റോഡ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, അത് ധാരണ പെസകിന്റെ പേരിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്. അത് അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് കൊട്ടിയൂർ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഈ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായിരിക്കണം. അതിനാവശ്യമായ എന്ത് പ്രവർത്തനം വീട് കയറിയാണെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാണെങ്കിലും ആ പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയണം. അതാണ് ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഇവിടെ 5 കിലോമീറ്ററാണ് നമുക്ക് റോഡിന്റെ നീളമുള്ളത് അല്ലേ? അതിന് 1.56 കൊട്ടിയൂർ പഞ്ചായത്ത്, ബാക്കി കവിഞ്ഞാൽ പഞ്ചായത്തുമാണ്. 6 മീറ്റർ ബാക്കി 1.56 കൊട്ടിയൂർ പഞ്ചായത്തുള്ളത്. ഇതിന് സംശയമുള്ളത്, പലപ്പോഴും നമ്മൾ ഏതെങ്കിലും വനപ്രദേശം ഒരു ആവശ്യത്തിന് വേണ്ടി പറയുമ്പോൾ അത്രയും സ്ഥലം വനം വിട്ടുതരണമെങ്കിൽ അത്രയും സ്ഥലം വനത്തിന് വേണ്ടി കൊടുക്കണം എന്നൊരു പ്രൊഫഷനുണ്ട്. ഉണ്ടോ? ഇങ്ങനെ സംസാരമുണ്ട്. പകരം കൊടുക്കുക.
അങ്ങനെ പകരം കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ പ്രദേശത്ത് മക്കിമലയിൽ ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. മക്കിമലയിൽ 10 ഏക്കർ സ്ഥലം ഉള്ളപ്പോഴേ അത് നമുക്ക് ഈ ഇതിനു വേണ്ടി ഉൾപ്പെടുത്താൻ കഴിയില്ലേ? അങ്ങനെ വേണ്ടി വന്നാൽ പകരം സ്ഥലം കൊടുക്കേണ്ടി വന്നാൽ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തലശ്ശേരിയിലെ ആളുമായി കേസ് നടത്തിയ ഒരു സ്ഥലമുണ്ട് 8 ഏക്കർ. ആ സ്ഥലവും കിട്ടാൻ നമുക്ക് എല്ലാ സാധ്യതകളും ഉണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് പകരം ഈ വനഭൂമി വിട്ടു തരണമെങ്കിൽ പകരം ഭൂമി തരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട്. അതെല്ലാ കാര്യങ്ങളും അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ നമ്മളോടൊപ്പം ആളുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സാധ്യമാക്കി എടുക്കാൻ കഴിയും. അങ്ങനെ ആ കാര്യം കൂടി ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം നമുക്ക് കൂട്ടായി എടുക്കാം, ശ്രമിക്കാം. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഇനിയും ഒരു യോഗം ചേർന്നതുകൊണ്ട് മാത്രമായില്ല, ഈ യോഗം ചേർന്ന് ഇതിന്റെ ഫലമായി നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയണം. അതിനാവശ്യമായ തുടർ പ്രവർത്തനം നമുക്ക് പ്ലാൻ ചെയ്യണം, അത് മുമ്പോട്ട് കൊണ്ടുപോകണം, നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കണം. നിരവധി നിവേദനങ്ങൾ കൊടുത്തുവെങ്കിലും ഈ അടുത്ത കാലത്തുണ്ടായ വനനിയമത്തിലുള്ള മാറ്റം അതാണ് വീണ്ടും നമ്മൾ 44-ാം മൈലിലേക്ക് കടന്നു പോകുന്നത്. 42 ഈ ഇപ്പൊ കിഫ്ബിക്ക് ഒരു നിർദ്ദേശം കൊടുത്തത് 42 റോഡിൽ നിന്ന് ഒരു ചെറുത്തരപ്പള്ളി എന്ന് പറയാം, ആ ഒരു സ്ഥലത്ത് നിന്ന് 43-ാം മൈലിലേക്ക് ഒരു റോഡിന് ഒരു പ്രപ്പോസൽ ഇതിനിടയ്ക്ക് കിഫ്ബി പറഞ്ഞിരുന്നു. അപ്പോൾ 44 അത് ഈ വനനിയമവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു സമയത്താണ്. അപ്പോൾ വനനിയമം പുതിയതായിട്ട് വന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും 44-ാം മൈൽ തന്നെ നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും. അതിനകത്ത് ചേർത്തുകൊണ്ട് ജനപ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളെ വിളിച്ചു ചേർത്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് മീറ്റിംഗ് ഇന്നിവിടെ നടത്തിയത്. ഇത് ഒരു തുടർ നടപടിയായിട്ടാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് വിളിച്ചു ചേർത്തിട്ടുള്ള മീറ്റിങ്ങുകളും പഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ വിവിധ മന്ത്രിമാരെ കണ്ടത്, കേന്ദ്രമന്ത്രിമാരെയും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും കണ്ട് MLA അടക്കം ബന്ധപ്പെട്ട് MLA പല പ്രാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിവിധ മന്ത്രിമാരെ കാണാനും കാര്യങ്ങൾ ചെയ്യാനും പോയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇന്നത്തെ ഈ വിപുലമായ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ഈ മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുത്തു. ഉണ്ടായ ഒരു തീരുമാനം ഏത് തരത്തിലും 44-ാം മൈൽ റോഡ് പ്രാവർത്തികമാക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തവഞ്ഞാൽ പഞ്ചായത്തും പുതിയ പഞ്ചായത്തും അതിൻ്റെ ചെയർമാനും കൺവീനർമാരുമായിട്ട് തീരുമാനിച്ചുകൊണ്ടാണ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം പ്രിയങ്ക ഗാന്ധിയെ അടക്കം നേരിട്ട് കണ്ടുകൊണ്ട് നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കെ സുധാകരൻ MP, അതുപോലെ തന്നെ ശിവദാസൻ MP, ജോൺ പ്രകാശ് MP, അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് കുമാർ MP, MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാറും KK ശൈലജ ടീച്ചർ അടക്കമുള്ള MLA-മാരും എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഇതിലേക്കുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തീരുമാനങ്ങൾ 2 പഞ്ചായത്തുകളോട് ഏകീകരിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. MP-മാരെ മുൻനിർത്തിയിട്ടാണ് ചെയ്യാൻ വേണ്ടി. തവഞ്ഞാൽ പഞ്ചായത്തെ സംബന്ധിച്ച് എന്തെങ്കിലും മീറ്റിംഗ് എന്തെങ്കിലും അവിടെ വിളിക്കുകയോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? തവഞ്ഞാൽ പഞ്ചായത്തിൽ നമ്മൾ കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും അതുപോലെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും അതുപോലെ നമ്മുടെ MP-ക്കും നിവേദനം കൊടുക്കാനുള്ള തീരുമാനമായിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ആ മുറയ്ക്ക് അവർക്ക് അയച്ചു കൊടുക്കുക തീരുമാനം എടുത്തിട്ടുണ്ട്. അതിലേക്ക് എത്തിക്കുകയും ബാക്കി നടപടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കൊട്ടിയൂർ പഞ്ചായത്തും കൂടെ പങ്കിടുന്ന ഒരു വനമേഖലയിൽ കൂടുതൽ ഭാഗം വരുന്നത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുമാണ്. നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് 2010-ലുള്ള ഭരണസമിതി അന്ന് ഞാൻ അതിൽ അംഗമായിരുന്നു. അതിൻ്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോയിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ തുടർപരമ്പരമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പാർശ്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും അപകടകരമായ ആ വ്യത്യസ്തമായി അപകടം ഒഴിവാകുന്ന രീതിയിലുള്ള നമുക്കൊരു ഗതാഗത യോഗ്യമായ ഒരു പാതയാണ് നമ്മൾക്ക് ആവശ്യമായത്. ഇവിടെ കൂടി എല്ലാവരും ഒറ്റക്കെട്ടായി, ആരും ഇതിപ്പോൾ ഒന്നും പറഞ്ഞില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ജനപ്രതിനിധികളും എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ സംസാരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചായിട്ട് പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും മറ്റ് സംഘടനാ സംവിധാനങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ
ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ 44 മൈൽ റോഡിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴും അത് യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് പോകുമ്പോഴും കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡ് 42 മൈൽ റോഡുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ബുദ്ധിമുട്ടുകളും ആ റോഡിന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതൊരു തർക്കത്തിലേക്ക് പോകേണ്ട കാര്യവുമില്ല. എല്ലാ റോഡുകളും നമുക്ക് ആവശ്യമാണ്. അത് 42 ആയാലും 44 ആയാലും എല്ലാ റോഡുകളും കൊട്ടിയൂർ പഞ്ചായത്തും അല്ലെങ്കിൽ ഈ മലയോര പഞ്ചായത്തുകൾക്കും കണ്ണൂർ ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കും ഇത് എല്ലാ റോഡുകളും ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ റോഡുകളും ഒരുമിച്ച് ഒരേപോലെ കൊണ്ടു നടക്കാനാണ് നമ്മൾ താല്പര്യം.